എടാ എന്താ നിനക്കൊരു സങ്കടം പോലെ? ഞാൻ മാത്രമല്ല, കാര്യം ഇറങ്ങിയാ നീയും കരയും. അതെന്തിന്? അങ്ങോട്ട് നോക്കി. എന്തു പറ്റി? ആരടാ ഈ അക്രമം നമ്മളോട് കാണിച്ചത്? കണ്ടില്ലേ തിളങ്ങി നിൽക്കുന്ന 2 താരങ്ങളെ. 4 ഫ്ലെക്സും 2 പോസ്റ്ററും വന്ന ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചിട്ടാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? കഷ്ടപ്പെട്ട് 4 ആളുടെ മുന്നിൽ ആളാവാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്കാരുടെ ഇടയിൽ ഷോ ഇറക്കാനും ശ്രദ്ധിക്കപ്പെടാനും ഒരു കഴിവ് വേണം. പക്ഷെ ആ പ്രത്യേക കഴിവ് നമുക്കില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. കള്ളക്കേസാണ്. മെൻസ് കമ്മീഷന്റെ ആവശ്യമുണ്ട്. രാഹുലിനെ സപ്പോർട്ട് ചെയ്യേണ്ട ദേഷ്യമാണ് മെൻസ് കമ്മീഷൻ. നിങ്ങൾക്ക് വല്ല കമ്മീഷനും വേണമെങ്കിൽ വല്ല കോടതിയിലും പോയി ചോദിക്കണം. ശരിക്കും എന്താണ് നിങ്ങളുടെ ആവശ്യം? നിങ്ങളോടാ. മെൻസ് കമ്മീഷന്റെ ആവശ്യം ഇതുകൊണ്ടാണ്. അത് മനസ്സിലായി. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളമാണ്. ഓക്കെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടു എന്നാണല്ലോ കേസ്. എന്താണ് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്? ആ വ്യാജ പരാതിക്കാരിക്കെതിരെ ഞാൻ പരാതി കൊടുക്കും. ജാമ്യം കിട്ടിയ മതിയായില്ലല്ലേ? നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അച്ഛനും മകനും അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ചോദിച്ച കാര്യത്തിന് മറുപടി പറ. മെൻസ് കമ്മീഷൻ. താണ്ട പിന്നെ ശരി, ഒന്നുകൂടെ വ്യക്തമായി ചോദിക്കാം. പരാതിക്കാരിയുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ശരിയാണോ? ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. ആഞ്ജനേയ സ്വാമി. അത് പോട്ടെ, എന്താണ് പോലീസ് നിങ്ങളോട് പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. ഗാന്ധി സുരേഷ് സാറോ? പുള്ളി ആരാ? അത് പൗടിക്കോണത്തെ UDF സ്ഥാനാർത്ഥി. പുള്ളിയുടെ പേര് ഇവിടെ പറയാൻ ഒരു കാര്യമില്ല, ചുമ്മാ. ഗാന്ധി സുരേഷാണ് ഞാൻ. കോടതി പോയിട്ടെ അവിടുന്ന് എന്ത് പറഞ്ഞു? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ ജയിലിലേക്ക്. ബ്യൂട്ടിഫുൾ. ജയിലിലേക്കാണല്ലോ. ഒരു നല്ല കാര്യത്തിന് പോകുന്നുണ്ട് ചോദിക്കാം. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. ബാധ പോകുന്നുണ്ടോ? ഇല്ല, ബോധം പോകുന്നുണ്ട്. ഇതേ ആള് വേറെയാ. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ചാനൽ ചർച്ചയ്ക്ക് പോകുന്ന ആളാ. ചുമ്മാ ജയില് കാണിച്ച് പേടിപ്പിക്കരുത്. പോരാട്ടം ജയിലിനുള്ളിലും തുടരും. അല്ല, നിങ്ങളുടെ ഈ പോരാട്ടത്തെ നാളെ ചരിത്രം എങ്ങനെ വിശേഷിപ്പിക്കും? ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. ആഹാ, കേൾക്കാൻ തന്നെ എന്ത് രസം. കവിത പോലെ. പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം. ഇതേ സമയത്ത് മറ്റൊരിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ആ തീരുമാനം കൂടി ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.